ന്യൂ ഇൻകം ടാക്സ് റൂൾസ് 2026 പ്രകാരം ഇനി പറയുന്ന ട്രാൻസാക്ഷൻസിന് ഒന്നിനും നമുക്ക് പാൻ വേണ്ട. ഫസ്റ്റ് വൺ, പർച്ചേസ് ഓർ സെയിൽ ഓഫ് മോട്ടോർ വെഹിക്കിൾസ് അപ് ടു 5 lakhs. അപ്പോൾ 5 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ നമുക്ക് ഇനി മുതൽ പാൻ കാർഡിന്റെ ആവശ്യമില്ല. മുൻപ് ഇത് എല്ലാ ട്രാൻസാക്ഷൻസിനും ആവശ്യമായിരുന്നു എക്സെപ്റ്റ് 2 വീലർ. പക്ഷേ ഇനി മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻസിന് നമുക്ക് പാൻ കാർഡിന്റെ ആവശ്യമില്ല. സെക്കൻഡ് വൺ, ക്യാഷ് പേയ്മെന്റ് ടു ഹോട്ടൽസ് ഓർ റെസ്റ്റോറൻറ്റ്സ് അപ് ടു 1 lakh. അപ്പോൾ 1 ലക്ഷം രൂപ വരെയുള്ള ഹോട്ടൽ ബില്ലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബില്ലുകളോ കൊടുക്കുന്നത് നമുക്ക് ഇനി മുതൽ പാനിന്റെ ആവശ്യമില്ല. മുൻപ് ഇത് 50,000 ആയിരുന്നു ലിമിറ്റ്, ഇപ്പോൾ അത് 1 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. 20 ലക്ഷം രൂപ വരെയുള്ള ഏതെങ്കിലും ബിൽഡിംഗ്, ലാൻഡ് അങ്ങനെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി മുതൽ പാനിന്റെ ആവശ്യം വരുന്നില്ല. മുൻപ് അത് 10 lakh ആയിരുന്നു ലിമിറ്റ്, ഇപ്പോൾ അത് 20 lakhs ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് 10 ലക്ഷം രൂപ വരെ ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇനി മുതൽ പാനിന്റെ ആവശ്യമില്ല. മുൻപ് ഇത് ഒരു സിംഗിൾ ഡേയിൽ 50,000 രൂപ വരെ ആയിരുന്നു ലിമിറ്റ്. ഇനി മുതൽ നമുക്ക് 10 ലക്ഷം രൂപ വരെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പാനിന്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽസും അതെ, 10 ലക്ഷം രൂപ വരെ നമ്മളൊരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് പാൻ കാർഡിന്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ ഒരു ഐറ്റത്തിന്റെ എല്ലാ ട്രാൻസാക്ഷൻസിനും പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആണ് അത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ എല്ലാ ട്രാൻസാക്ഷൻസിനും ഇനി മുതൽ പാൻ കാർഡ് നിർബന്ധമാണ്. മുൻപ് അത് 50,000 പെർ ഇയർ ഇൻഷുറൻസ് പ്രീമിയം ഉള്ള ട്രാൻസാക്ഷൻസിന് മാത്രമായിരുന്നു പാൻ കാർഡ് നിർബന്ധം ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ എല്ലാ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ട്രാൻസാക്ഷൻസിനും നമുക്ക് പാൻ കാർഡ് നിർബന്ധമാണ്.